എന്റെ അടുത്തൊരു കഥയുണ്ട്. ആ പറ, ആപ്പൂപ്പ കഥ പോലത്തെ കഥ ഉള്ളത്. നീ പറ നോക്കട്ടെ. റിയാലിറ്റി ഇതും കൂടി സിങ്ക് ആയിട്ടുള്ള ഒരു തീമാണ്. ഓ ഓ ഓ, നീ കൂളായ ഞാൻ ദീപ്തിയിലൊക്കെ കൂളാണ്, നീ പറഞ്ഞു. താമരിച്ച പൈ ആ ജോലിക്ക് കൊണ്ട് ഒരു ജസ്റ്റ് ഒരു ഓഫീസില് ഏ, ഏ, ഒരു ഗ്രാമം. ആ. ഡും ടും ഡും ടും 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 ടും. കഥ കടലിന്റെ മക്കളാ കടല്. അത്രല്ല. അല്ല ഡ്രാപ്പല്ലേ നീ പാടിയത്? ഞാൻ ചതിക്കാതെ ഞാൻ ഡും ടും ഡും ടും ഉദ്ദേശിച്ചു. ഓ ആ ഡും ടു ഡും ടു. ആ 80s കിഡാ. ആ പോരട്ടെ. അമ്പലവും ഇതും കുറി ചന്ദനക്കുറി ആ ഒരു രീതിയിൽ അങ്ങനെ പ്രാർത്ഥന ഇതായിട്ട് അതായത് പൊട്ടൻ. ഒരു ഡിസബിലിറ്റി ഒക്കെ ഉണ്ട്. അത് നാട്ടുകാർ എല്ലാവർക്കും അപ്പൊ പാവം ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത പാവോടാ അതെനിക്ക് ആ പറയാ ഒരു കഴിവില്ലാത്തവനാണ്. ആ അപ്പൊ നാട്ടിലുള്ള എല്ലാ പിള്ളേരിലും ഏറ്റവും പാവപ്പെട്ട ഒരു ചെക്കൻ ആ പൊട്ടൻ എന്ന് പറഞ്ഞാ പോരാ, എനിക്ക് മനസ്സിലായി. അതിന്റെ അമ്മയപ്പൻ മനസ്സിലായി. അങ്ങനെ വന്നോണ്ടിരിക്കണ്ടോ. ആ ടൈമിൽ ഒരു ട്രാജഡി ആണ് ലൈഫിലേക്ക് വരാൻ പോകുന്നത്. 33 വയസ്സുള്ള ഒരു ടൈമാണ്. ഇവനൊരു ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. 33 വയസ്സുള്ള ചെറുക്കനല്ലേ പ്രായമുള്ള അമ്മാവന്റെ കഥ. പെങ്കൊച്ചിനാണ് അഡോപ്റ്റ് ചെയ്യണത്. ഈശ്വര, അതിനെ വളർത്തിയൊക്കെ കല്യാണം കഴിക്കാനാണ് അതിന്. അല്ല, പെണ്ണ് കിട്ടൂലെന്ന് ഉറപ്പാണല്ലോ, അതുകൊണ്ട് ഇങ്ങനത്തെ വഴി വല്ലതും. ആ കൊച്ചിനില്ലേ കണ്ണാൻ പറ്റൂല. എടാ ക്രൂര, നീ അതിന് ദത്തെടുത്ത് ബ്ലാങ്കുള്ള മണ്ട ബ്ലൈൻഡ്. അയ്യോ ഇവനൊക്കെ സൈക്കിളില്ലേ എനിക്ക് ബ്ലാങ്ക്. ബ്ലൈൻഡ് പഠിക്കാനായിട്ട് പോകുന്നു സ്കൂളില്, പിന്നെ ഒരു ഓഫീസിൽ പഠിക്കുന്നു. അങ്ങനെ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സർക്കിളുള്ള ഒരു ലൈഫ്. ചോദിക്കാൻ പറഞ്ഞു, ആ കൊച്ചു എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ആ കൊച്ചി 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ്സിൽ. ആ കന്യാസ്ത്രീമാരൊക്കെ നടത്തുന്ന സ്കൂളിലാണ് കൊച്ചിനെ പഠിപ്പിക്കുന്നത്. ആർക്കും അറിഞ്ഞൂടാ കൊച്ചിനെ വളർത്തണം, ആർക്കും അറിഞ്ഞൂടാ. നീ ജോലിക്ക് പോയിട്ട് വരണുണ്ട്, പക്ഷെ നീ കൊച്ചിനെ വളർത്തണം, അതല്ലേ നീ ഉദ്ദേശിക്കണ? അപ്പൊ നീ സ്പോൺസർ അല്ലേ? അതെ. നീ ഇന്നലെ രാത്രി ക്രോണിക് ബാച്ചിലർ സിനിമ ഉണ്ടല്ലേ? ഇവൻ സ്പോൺസറാണ് ആ കുട്ടിയുടെ. ആ കുട്ടിക്ക് കറക്റ്റ് ഇവൻ ആരെന്തൊന്നും അറിഞ്ഞൂടാ. അത് അവർക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ. നീ അല്ലേ പറഞ്ഞ കൊച്ചിന് കണ്ണ് കാണൂല. കണ്ണ് കാണാത്ത കൊച്ചു എങ്ങനെയാടാ പിന്നെ നിന്നെ അറിയണത്? ഇവൻ എന്ത് തൊട്ടിയാണ്. അതെ, അത് ശരി സംഭവിച്ചു. ഒരു ദിവസല്ലേ വാർത്തയിലൊക്കെ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്, ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. ഡെഡ് ബോഡി? അല്ല, എവിടെ നിന്ന് കിട്ടണം? റോഡ് സൈഡിൽ നിന്നാണ് കാണാനോട് ചേർന്ന് 15 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ഡെഡ് ബോഡി. 15 വയസ്സ്? അപ്പൊ കുഴപ്പമില്ലടാ, നീ വളർത്തണ കൊച്ചായിരിക്കില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 11 വയസ്സേ കാണത്തുള്ളൂ. 15 വയസ്സാണെങ്കിൽ തെറ്റിപ്പോയി. നീ അബദ്ധവശാൽ പോലും നീ കഥ എഴുതരുത്. നിനക്ക് എങ്ങനെ പറയണടാ ഇതൊക്കെ? കൊച്ചു തോറ്റായിരുന്നു, അതാ പറ്റിപ്പോയ. കൊച്ച് റേപ്പ് ചെയ്തേക്കണേ ആള് പോയി. എന്റെ ചോദ്യം, ക്ലാസ്സിൽ നീ കന്യാസ്ത്രീ മഠത്തിലാണ് കൊച്ചു പഠിക്കണേന്ന് പറഞ്ഞു. അത്ര സേഫ് ആയിട്ട് പഠിക്കണ കൊച്ചും കണ്ണ് കാണാത്ത കൊച്ചും എങ്ങനെ റോഡ് സൈഡിൽ കാണലെടുത്ത് വന്ന്? ആര് കൊണ്ടുവന്ന്? അവര് ജസ്റ്റ് ഒരു ദിവസം ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. അതാ പറ്റിപ്പോയ. ആ ട്രിപ്പാണ് എല്ലാത്തിനും കാരണം. കണ്ണ് കാണാത്ത പിള്ളേരെയും കൊണ്ടൊരു ട്രിപ്പ് പോണ എനിക്ക് അറിയണം. സോറി, ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കഥയിൽ ചിരി വരണത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. കണ്ണ് കാണാത്ത പിള്ളേരെയും കൊണ്ട് ട്രിപ്പ് പോണ ഏത് വിവരദോഷി കന്യാസ്ത്രീമാരാന്ന് എനിക്കറിയണത്. എനിക്കറിഞ്ഞേ പറ്റൂ. ദൈവത്തിന്റെ അടിയിലെ കൊണ്ട് ആ കൊച്ചിന് കണ്ണ് കാണാം. നിന്നെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും ഒരു കഥയുമായിട്ട് എന്റെ അടുത്തോട്ട് വന്നാൽ. ആ കൊച്ചിന് ക്യാൻസർ ആയിരുന്നു. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഒരു വരട്ടി ചൊറിയും കൂടെ അതിന് കൊടുക്ക്. അതിന് കൊടുക്കാൻ പറ്റാത്ത എല്ലാം നീ കൊടുക്കണുണ്ടല്ലേടാ. എടാ നീ എന്ത് ക്രൂരനാടാ. നിനക്ക് എന്ത് കണ്ണ് കണ്ടുകൂടെന്ന് ആദ്യം പറഞ്ഞ്, പീഡിപ്പിച്ചെന്ന് പറഞ്ഞ്, അടിപ്പോ ക്യാൻസർ. എടാ നിനക്ക് അതിനു മുമ്പ് അനാഥയാണെന്ന് പറഞ്ഞ്. എടാ, ഈ ലോകത്തുള്ള എല്ലാ ദുരന്തങ്ങളും നീ ഒരു കൊച്ചിന് കൊടുക്കണാടാ. നിനക്ക് ഒരു പെണ്ണ് കിട്ടണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കോ? ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. നല്ല ആ കൊച്ചിനെ നമ്മുടെ ഹീറോ ഒക്കെ സാധാരണ ദിവസത്തെ പോലെ തന്നെ ഓഫീസിൽ പോയിട്ട് വരെയിരുന്നു പൊട്ടനെ പോലെ. ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓഫനേജിൽ ഇന്നതിലെ കുട്ടിയാണ് ഇതാക്കിയിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞപ്പോ അവന് സംശയം പിടിച്ചു. സിസ്റ്ററിനെ വിളിക്കുന്നത്, സിസ്റ്റർ ജോൺ എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വന്നു, ഞാൻ നിങ്ങളെ വിളിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അല്ല, എനിക്ക് വേറൊരു ഡൗട്ട്. ഇതെനിക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. ഞാൻ ഡൗട്ട് ചോദിക്കണതിന് മുമ്പ് നീ ചിരിക്കണത്. ആദ്യമേ പറഞ്ഞ ഈ കഥാപാത്രം വീട്ടിലെ നല്ല കൊച്ചി, എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി വരണ ഒരു ശുദ്ധനായ പൊട്ടൻ എന്ന് പറഞ്ഞ നീ, ഇവന്റെ പേരെങ്ങനെ ക്രിസ്ത്യാനിയായ ജോണെന്നായി എനിക്കറിയണം. എനിക്കിത് പറഞ്ഞേ പറ്റൂ. എനിക്കിത് പറഞ്ഞേ പറ്റൂ. അതെങ്ങനായി? അവന്റെ പേര് ജോൺ കുമാർ എന്നായിരുന്നു. ജോൺ കുമാറാ? ജോൺ കൃഷ്ണൻ എന്ന് കൊടുക്കണതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അവന്റെ പേരിൽ തന്നെ ഒരു മിസ്റ്ററി ഉണ്ട്, ജോസഫ് കുരുവിള. നീ ക്രോണിക് ബാച്ചിലുള്ള കുരുവിളിയില്ലേ, അതായിരിക്കും നിനക്ക് കുറച്ചുകൂടെ നല്ലത്. അതാ പൊട്ടക്കണ്ണാടൻ വെച്ച് കല്യാണം കഴിക്കാണ്ട് കിടക്കില്ല, അതായിരിക്കും നിനക്ക് കറക്റ്റ് ചേരണം കുരുവിള. എനിക്കറിയാം ഈ കഥ അത്രക്ക് ഞാൻ വെറുതെ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ മര്യാദക്ക് സ്ക്രിപ്റ്റ് ഒന്നും ചെയ്യരുത് നീ. റിക്വസ്റ്റ്, എന്റെ അഭ്യർത്ഥനയാണ്, നീ ചെയ്യരുത്. ഞങ്ങൾ ക്ഷമിക്കണം. ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ല, വലിയ പ്രശ്നമുണ്ട്.
അതല്ല ഇച്ചിരി പയ്യെ ഉറക്കെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ പ്രശ്നം കേൾക്കാൻ അതുകൊണ്ടാ. നമുക്കൊരു സ്ഥലം വരെയും പോകാം എന്ന് പറഞ്ഞിട്ട് ഇനി നിന്നെയും കൂട്ടി ടൂർ പോകാൻ പോണ അവര്. ഇവർക്ക് എന്താടാ ഈ ട്രിപ്പ് പോകാൻ മാത്രം. അടുത്തുള്ള ജനറൽ ഹോസ്പിറ്റലിൽ ചെലവ് എന്നിട്ട് അടുത്ത മോർച്ചറിലേക്ക് ജോണിനെ കൊണ്ടുവന്ന വഴിക്ക് ആ സാധനം ഡോറ് വലിച്ചെറിഞ്ഞു. ജോണാകെ ചോറാ ജോൺ ചോറ എന്താണ് ഇതെന്ത് വാട് മാറിപ്പോയാ സുഖിക്കണ അവന്റെ ഏത് താങ്ങിക്കാൻ പോയ ഉറുമ്പ് പിടിച്ച സിനിമയില് മറ്റേ തെറിച്ചിങ്ങനെ കരയണ ഒരു സീനില് ജോണി. പക്ഷെ നീ മൂട് മാറിപ്പോട്ടെ നീ കരയാൻ കണ്ടിട്ട്. ഞാൻ വേറെന്തോണ്ട് കുത്തിയ പോലെയായിട്ടാണ് തോന്നിയത്. പോരട്ട് ആരപ്പിടി ചെയ്തിട്ടാറ് ആരപ്പിടി അതായത് സോറി വിജയ് അതല്ല എടാ ഇത് വിജയല്ല, ഇത് തോൽവി. നീ പറ ഇതിന്റെ അമ്മല എനിക്ക് അല്ല അവന്റെ ഡയലോഗ് പേ പിടിച്ച മറ്റേ പോലീസുകാരൻ വേണ്ടി അടുത്തുള്ള മിസ്റ്റർ ജോൺ, എനിക്കറിയാം നിങ്ങൾക്ക് പാനിക്കാൻ പോയിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഇവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുമല്ല അവന്മാര് യൂട്രസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. യൂട്രസ് കട്ട് ചെയ്തെടുക്കാനാ? അല്ല അത് സിനിമയിലുണ്ടോ മുടിയാ? എനിക്ക് വയ്യ. നിനക്ക് എന്ത് സുഖമാണ് ഇതിന്ന് കിട്ടണത്? അതിന് മാക്സിമം ദുരന്തം കൊടുക്കണ. எப்படி சொல்லுங்க சார், எனக்கு ഉപ്പേരിയാ? അല്ല ഉപ്പേരില്ല, വിജയ് അമ്മ കൊറേ നേരം പെടഞ്ഞിറങ്ങാണ് മരിച്ച്. ജോസഫ് ജോണിക്ക് എന്തിനാടാ പട്ടി പോകണ പോലെ അങ്ങനെ കാര്യം പറയടാ. താങ്ങാൻ പറ്റില്ല. നീ താങ്ങണ്ട, നീ തൂങ്ങിച്ചാവാ നല്ലത്. അവനാ മൂർച്ചയിൽ തന്നെ അവിടെ ഇരിക്കേ. നീ ഇരിക്കണ്ട, ഞാൻ സ്ട്രക്ചറിൽ കയറി കിടന്നു, അതായത് കുറച്ചുകൂടെ നല്ലത്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് തലയും കുനിച്ച് ചാരിയിരിക്കുന്ന അവൻ മരിക്കണം അവിടെ? മരിക്കല്ല, പിന്നെ ഒരു കട്ടാണ് 2 years back. 2 years back ഇനി പുറകോട്ട് പോയാ? ഇതെന്ത് 2 years after? കഥ ഫുള്ള് മാറാൻ പോയെ. ഫുള്ള് മാറാൻ പോണ? നീ മാറണേ, നീ മാറിയ കഥ മാറി. നല്ല കാര്യം, നല്ല ബോധമുള്ളവനെയൊക്കെ പിടിച്ചിരുത്ത്. ജോണാണെങ്കിൽ ഒരു പാചകമൊക്കെ ചെയ്ത് എന്നുവെച്ചാൽ കുക്കിംഗ് ചാനലിൽ തന്നെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് തട്ടുകടയൊക്കെ തുടങ്ങി. അതെ, അവന്റെ ഏറ്റവും എന്തായിരുന്നു അവള് പഠിച്ചതാക്കി നല്ല ഡോക്ടറൊക്കെ ആക്കണം എന്നൊക്കെ അട്ടിച്ചേർന്നു. ആ ഒരു രീതിയിലുള്ള ഇതായിരുന്നു അവനുണ്ടായത്. ആദ്യം നീ പോയി കെട്ടാൻ നോക്കടാ നാറി, എന്നിട്ടാണ് അവൻ വളർത്തണ കൊച്ചിനെ കെട്ടിച്ചുവിടണമെന്നുള്ള ആഗ്രഹവും. അങ്കിള് അത് കുഴപ്പമില്ല, അങ്കിള് അങ്ങനെ. ന്യൂസിൽ കുറെ റിപ്പോർട്ടും കാര്യങ്ങളും ഇങ്ങനെ വരും കേട്ടോ. ഇന്നിപ്പോ ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ച് ഇങ്ങനെ കൊന്നു. കേരളത്തിലിപ്പോ പീഡന കേസ് റിപ്പോർട്ട് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുകയാണ്. പിള്ളേരെ അതിനകത്ത് പ്രതികളെ ഇങ്ങനെ സംശയിക്കുന്ന ആൾക്കാരൊക്കെ വരും കേട്ടോ. ഫോട്ടോസ് ഒക്കെ കാണിക്കും സംശയത്തിന്. സൈക്കോ ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണ് ഇവന്മാര്. അങ്ങനെ കണ്ടിട്ട് ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് പൊട്ടനാണ്, അത് കാലിന് വയ്യാതെ ഒരു പാവം. അവന് ഹാൻഡിക്യാപ്പറാണ്, അവനൊന്നും ചെയ്യാനും പറ്റൂല. അവനൊന്നും ചെയ്യാൻ പറ്റില്ല, അവൻ നിഷ്കളങ്കനാണ്. ഈ ഒന്നും ചെയ്യാൻ പറ്റാത്തവൻ എന്തിനാടാ ഈ കൊച്ചിനെ എടുത്ത് വളർത്താൻ പോണത്? കഴിവ് കേട്ടവനൊക്കെ അത്രക്ക് താത്തില്ല, ചെറിയ നീയല്ലേ പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ല അത് അവന്റെ ഒരു ക്യാരക്ടർ, സാധാ അങ്ങനെ പാവം പിടിച്ച ക്യാരക്ടറാണ്. വല്ലോടത്തിരുന്ന കൊച്ചിനെ എടുത്ത് വളർത്തി അതിനെ കൊന്ന്. അവന് പണ്ടൊരു അടിപൊളി തേപ്പിട്ടായിരുന്നു, അങ്ങനെ കോയമ്പത്തൂര് അല്ലെ തമിഴ്നാട്ടിലേക്ക്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തമിഴത്തി കൊച്ചിനെ അവൻ തെറ്റി ഇങ്ങനെ വളർത്തി. തമിഴത്തി കൊച്ചി എങ്ങനെയാടാ കേരളത്തിലെ സിസ്റ്ററിന്റെ മടത്തില് വരുന്നത്? അവൻ കൊണ്ടുവന്ന് നോക്കി. ഇപ്പൊ മനസ്സിലായടാ കൊച്ചു അവിടെ എങ്ങനെ വന്നത്. നീ തമിഴ്നാട്ടിൽ പോയപ്പോ അവിടത്തെ പിച്ചക്കാരിയുടെ മോളെ അടിച്ചിട്ട് വന്നതല്ലേടാ? സത്യം പറ, നീ നിർത്തിപ്പോടാ. എന്നെയാടാ കഥയുടെ ആരംഭം. അപ്പൊ ഇത്ര നേരം പിന്നെ എന്തായിരുന്നത്? ഇത്രയും നേരം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞുള്ളൂ. ഇമോഷണൽ ഡാമേജ്. ഇമോഷണൽ ആക്കിയ മൊത്തം എനിക്ക് കോമഡി ആയിരുന്നു. വേട്ടക്കാരൻ വേട്ടക്കിറങ്ങാൻ വന്നല്ലോ വേട്ടക്കാരൻ. തുടരും സിനിമയിൽ ലാലേട്ടന്റെ ചേഞ്ച് കണ്ടില്ലേ? ആ ഒരു ചേഞ്ചാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അത് തുടരും, നിന്റെ ആകുമ്പോ ഒടുക്കോന്നായിരിക്കും. ഒരു 2 സ്ഥലത്തിരുന്നിട്ട് ഒരുത്തൻ ഒരു സോഷ്യൽ മീഡിയയിൽ കൽക്കി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. പ്രവാസിന്റെ പുതിയ സിനിമ കൽക്കി. മലയാളത്തില് വിഷ്ണു ഭഗവാൻ 10ാമത് അവതരിപ്പിക്കുന്നുള്ള, കലിയുഗത്തിൽ അവതരിക്കുന്നുള്ള ഇതാണ് കൽക്കി എന്ന് പറയുന്നത്. നീ കാര്യം പറ. ഇൻസ്റ്റ തുടങ്ങിയിട്ട് ആരും ഫോളോ ചെയ്തില്ല, എനിക്കറിയാം ആരും ഫോളോ ചെയ്യാൻ പോകുന്നത്. എടാ
എടാ എന്റെ വായിരിക്കണം വല്ലത് കേക്കും നീ. ഇതെനിക്ക് മനസ്സിലായി, നീ തുടരുമെന്ന് പറഞ്ഞപ്പോ ഇത് അവസാനമാണെന്ന് എനിക്കറിയായിരുന്നു. ജോണല്ലേ ഫേക്ക് അക്കൗണ്ട് കൽക്കിന്നും പറഞ്ഞെടുത്ത്. അല്ലെന്ന് ആ എന്റെ മുറിയിൽ ഒരുത്തരിങ്ങനെ തുടങ്ങിയ കൊച്ചിരുന്നത് പുതിയ ക്യാരക്ടർ ഇൻട്രോ. അവന്റെ ഫസ്റ്റ് ഒരു വീഡിയോ അവൻ അപ്ലോഡ് ചെയ്യും അതിനകത്ത്. പിന്നെ ജോനെ കാണിക്കുന്നു. ജോൺ ടി വി വെച്ച് നോക്കി, ടി വിയിൽ ഭയങ്കര സ്പ്രെഡിങ് ആയിട്ടൊരു ന്യൂസ്. ബ്ലേഡിലൊക്കെ വരഞ്ഞ് ഇതായി മോറൊക്കെ ഇതാക്കിയിട്ട് ആരാണെന്നൊക്കെ ഞാൻ മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനകത്തേക്ക് ഈ ഹാക്കർ വന്നിട്ട് ഇങ്ങനെ പറയാം, ഇവന്റെ പേര് നിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ പേര് പറഞ്ഞു. അങ്ങനെ നിന്റെ പേര് പറയാൻ വേണ്ട, ശരിയാവത്തില്ല. പെണ്ണായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാല് കുറെ എക്സുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് റഷീദിക്ക പിടിച്ചു. അതായിരിക്കും നല്ലത്. അല്ല ഹാക്കർ റഷീദിക്ക ആ പൊളിയായിരിക്കും. ഋഷ് എന്നാണ് ഇവൻ. അതെ റഷീദിക്ക ഋഷ. അതെ, ഇവൻ നിന്ന് കാണുന്ന പോലത്തെ ഒരുത്തനെയല്ല. ഇവൻ എത്ര പെൺപിള്ളേരെ ബ്രൂട്ടലായിട്ട് കൊണ്ടിട്ടുണ്ടോ, എത്ര പേരെ കേസിലകത്താണെന്ന് നിനക്കറിയാൻ പറ്റും. എവിടെ അറിയാൻ പറ്റും? ഈ കഥയില് ഇവന്മാര് മറ്റേ ആ സിനിമയിൽ ഞാൻ പറഞ്ഞു ഒരു സൈക്കോ പാത്തുകളുണ്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 10 പേരുണ്ട്, അതിനകത്ത് ഒരുത്തരാണിത്. അപ്പൊ ഇനി 10 പേരെ കൊള്ള കഥയും കൂടി ഞാൻ കേൾക്കണോന്നാ നീ പറയണത്? പോകാൻ പറ്റിട്ട് ആ സമയമായി പറയണേക്ക് ഇവന്മാരൊക്കെ ഇത് ചെയ്തു കിട്ടണമെന്നാണ് ഞാൻ ഇവനോട് ചോദിച്ചപ്പോ പറയാം. അപ്പൊ അവന്റെ ഫ്ലാഷ് ബാക്കിൽ ആ വീഡിയോ റെക്കോർഡ് അല്ല, ആ റെക്കോർഡ് ചെയ്തില്ലൊന്നും ഗ്രീൻസ് ആക്കിയിട്ട് പഴയ റെക്കോർഡ് റീവൈൻഡ് കാണിക്കും. ഇങ്ങനെ ചോദിക്കണ ചോദ്യം മറ്റേ മറിച്ചു. അപ്പൊ ഇങ്ങനെ എത്ര പേരെ നീ ചെയ്തിട്ടുണ്ട്, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പറയട്ടെ. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോടാ നമ്മുടെ അമ്മൂന്റെ പേരും കൂടെ ഞാൻ പറയുന്നത്, നമ്മുടെ ഹീറോ തകർന്നു. ഒരു ക്വസ്റ്റ്യൻ, അതായത് പീഡിപ്പിക്കണ സമയത്തോ ഒന്നും ചെയ്തില്ല, ജീവിതത്തിലോ ഒന്നും ചെയ്തില്ല, വെറും പാങ്ങനായിട്ട് ആ വീട്ടിൽ തന്നെ ന്യൂസ് ചാനലും കണ്ടിരിക്കണവൻ, അവൻ ഹീറോ. അതെങ്ങനെ എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് എങ്ങനെ ഏത് വകയിലാണ് അവൻ ഹീറോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവന്റെ പേരൊരു അടിച്ച് നീ എന്നാ ഹീറോ എന്നിട്ടോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതാവുമ്പോ നിനക്ക് ഇടക്കിടക്ക് അവനെ ഹീറോ ആക്കാം. എങ്ങനെ പറ്റണ നിനക്ക്? എനിക്ക് വയ്യത് കേൾക്കാൻ. എങ്ങനെ സാധിക്കണ 24 മണിക്കൂർ നിനക്ക് ന്യൂസ് ചാനലും കണ്ടോണ്ടിരിക്കാനായിട്ട്? എനിക്ക് വയ്യ. ഈ ന്യൂസ് ചാനലിൽ പെണ്ണുങ്ങളാവാൻ ന്യൂസ് വായിക്കുന്ന പെണ്ണുങ്ങളോട് നിനക്കുള്ള ക്രഷ് ഉണ്ട് 24 മണിക്കൂർ കാണാൻ. എന്ത് പറഞ്ഞാലും ന്യൂസ് ചാനലും വെച്ചോണ്ടിരിക്കുന്നത്.